സംസ്ഥാനത്ത് മസ്തിഷ്ക മരണം നിയന്ത്രിക്കുന്നതിൽ ഡോക്ടർമാർക്ക് ആശങ്ക. അവയവദാനത്തിന് വേണ്ടിയാണ് മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്നതെന്ന പ്രചാരണമാണ് ആശങ്കയ്ക്ക് പിന്നിൽ. വിവാദങ്ങൾ ഭയന്ന് മസ്തിഷ്ക മരണം നടന്നുവെന്ന് പറയാൻ പോലും ഡോക്ടർമാർ മടിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം. 4 ഡോക്ടർമാർ സ്ഥിരീകരിച്ചാൽ മാത്രമേ മസ്തിഷ്ക മരണം ഉറപ്പിക്കാനാകൂ. 4 പേരിൽ ഒരാൾ സർക്കാർ ഡോക്ടറായിരിക്കണം. ഈ സർക്കാർ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ 6 മണിക്കൂർ ഇടവിട്ട് 2 ഘട്ടങ്ങളിലായി ആപ്നിയോ ടെസ്റ്റ് നടത്തിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. സ്വന്തമായി ശ്വാസമെടുക്കാനുള്ള ഒരു സാഹചര്യവുമില്ലെന്ന് ശാസ്ത്രീയമായി പരിശോധിക്കുന്നതാണ് ആപ്നിയോ ടെസ്റ്റ്. ഇതിലൂടെ ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു സാഹചര്യവുമില്ലെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമേ മസ്തിഷ്ക മരണം ഡോക്ടർമാർ സ്ഥിരീകരിക്കാൻ പാടുള്ളൂ. വിവാദങ്ങൾ ഭയന്ന മസ്തിഷ്ക മരണം നടക്കുന്നുവെന്ന് പറയാൻ ഡോക്ടർമാർ മടിക്കുന്നുവെന്നാണ് കേസോട്ടോയുടെ വിശദീകരണം. 12 വർഷത്തിനിടെ മാറ്റിവെക്കാനുള്ള അവയവം കിട്ടാതെ സംസ്ഥാനത്ത് മരിച്ചത് 1800-ലേറെ രോഗികളാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നടന്ന അവയവദാനങ്ങളുടെ എണ്ണം 82. 2024-ൽ 11, 2023-ൽ 19, 2022-ൽ 14, 2021-ൽ 17, 2020-ൽ 21 മസ്തിഷ്ക മരണം പ്രഖ്യാപിക്കൽ നിയമവിധേയമെന്ന് ഹൈക്കോടതി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ മടിക്കുന്ന ഡോക്ടർമാർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഇടപെടൽ കൂടിയായിരുന്നു അത്. നിയമപരമായ അവയവദാനം പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ജനം, തിരുവനന്തപുരം.